ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പം മോണിറ്റൈസേഷനൊക്കെ ആയതല്ലേ ചാനൽ, അപ്പം ഒന്ന് ചുമ്മാ ഇത്തിരി നേരം സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. അതായത് മോണിറ്റൈസേഷൻ ആവണ വരെ 1 വർഷം 2 മാസം എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള എങ്ങനെ ചാനൽ ഉണ്ടായതെന്നും മോണിറ്റൈസേഷൻ വരെ എത്തിയതൊക്കെ ഒന്നിങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മൂസ് അനൂസ് ഉള്ള ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും വേണം കേട്ടോ. മോണിറ്റൈസേഷൻ പറഞ്ഞാൽ എല്ലാ ആയി എന്നുള്ള അർത്ഥമല്ല. അതുകൊണ്ട് ഇനി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ മിനി ചേച്ചി മിനി ലൈഫ് സ്റ്റൈൽ എന്നുള്ള കൃഷി ഇതുണ്ടല്ലോ ചാനൽ, ആ ചേച്ചീൻ്റെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കണ്ടിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെറുതായിട്ട് കൃഷിപ്പണിയിലേക്കൊക്കെ അതായത് വലിയ കൃഷിയൊന്നുമില്ല, ചെറിയ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചെടുപ്പിക്കലൊക്കെ തുടങ്ങിയത് മിനി ചേച്ചീൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയ ശേഷമാണ്. അപ്പോഴാണ് ഒരു പ്രാവശ്യം ഓണത്തിന് ഇങ്ങനെ ഓണം കൃഷി ചാലഞ്ചുള്ള പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു കൈ നോക്കാം എന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ കരുതിയത് മിനി ചേച്ചീൻ്റെ ചാനലിലേക്ക് നമ്മൾ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ചേച്ചീൻ്റെ ചാനലിൽ വരികയാണെന്നാണ് ഞാൻ കരുതിയത് കേട്ടോ. പക്ഷേ അതുകൊണ്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കി, വീഡിയോ അല്ല ബാക്കിയെല്ലാം വീഡിയോ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ്. പിന്നെ പക്ഷേ ആ ടൈം അടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഓരോരുത്തരുടെ വീഡിയോ അങ്ങനെ വരുന്നു, ഓണം കൃഷി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഉള്ള പേരിൽ ഇങ്ങനെ വീഡിയോ വരുന്നുണ്ട്. അപ്പോഴേക്ക് മനസ്സിലായി ഇത് നമ്മുടെ പേരിലൊരു ചാനൽ ഉണ്ടാവുകയാണ് എന്ന്. അപ്പോൾ പിന്നെ വിചാരിച്ചു അയ്യോ വേണ്ട, ഈ പരിപാടി വേണ്ട നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ തന്നെ കാണുട്ടോ. പിന്നെ എൻ്റെ നാട്ടുകാരിയുണ്ട് ഒരു കപ്പയും ബർഗറും ചാനലിൽ ലത ചേച്ചി, ആ ചേച്ചീൻ്റെ ചാനലിലും ഞാൻ ഈ വീഡിയോ കണ്ടു, ഓണം കൃഷി ചാലഞ്ചിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടോ, നമ്മുടെ നാട്ടിലത്തെ ഒരു ചേച്ചി അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനെന്തിനാ പേടിക്കണം. എന്നിട്ട് അങ്ങനെ ഞാൻ കമൻറ്റിലിട്ടു, ആ ചേച്ചീൻ്റെ വീഡിയോൻ്റെ കമൻറ്റിലിട്ടു, ചേച്ചി എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോ ഇടണമെന്ന്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ആ ചേച്ചി എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നു. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇട്ടോ, അതിനെന്താ കുഴപ്പമില്ല, വീഡിയോ ഇട്ടോ, വീഡിയോ ഇടാനൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ധൈര്യം വന്നു. പിന്നെയും ഇടണം എന്നുള്ള വിചാരം ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് ഇങ്ങനെ ഇവിടെ ചോദിച്ചു തുടങ്ങി. ഞാൻ ഇങ്ങനെ പറയുന്നിട്ടിട്ട് എല്ലാവരും വീഡിയോ വരുന്നുണ്ടെങ്കിൽ എന്താ പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടാൽ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയൊരു വീഡിയോ എടുത്ത്, എഡിറ്റ് ചെയ്യാൻ അറിയില്ല, ഇൻഷോട്ട് എന്നുള്ള ആപ്പ് അറിയില്ല. അങ്ങനെ ആ വീഡിയോ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഞാനല്ല പിന്നെ ചെയ്തത് മുഴുവൻ എൻ്റെ അനൂസാണ് കേട്ടോ. വലിയ മോളാണ്, അനുവാണ് ചെയ്തത്. അവളാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതും യൂട്യൂബിൽ എത്തിച്ചതും എല്ലാം അവളാണ് കേട്ടോ. അവൾക്കറിയാം അതൊക്കെ, അവർക്ക് രണ്ടാൾക്കും അറിയാം, അമ്മൂസിനറിയാം അനൂസിനറിയാം. പക്ഷേ എനിക്ക് മാത്രം അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നില്ല. അപ്പോൾ വീഡിയോ അങ്ങനെ എത്തിയെന്ന് മനസ്സിലായപ്പോൾ കയ്യും കാലും മറക്കിൽ അടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ പേരിലൊരു ചാനൽ വരില്ല. അന്ന് റീജ ഗണേഷനായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. പ്രൊഫൈൽ ഉണ്ടായിരുന്നില്ല, വെറും എന്നുള്ള ചിഹ്നമായിരുന്നു പ്രൊഫൈൽ. അപ്പോൾ പിന്നെ അതിലിങ്ങനെ ഒരു വീഡിയോ ചെന്നപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്തു കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്തപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. വീഡിയോ ഇട്ടണമല്ലോ, അതിൻ്റെ എഡിറ്റിംഗ് ഒന്നൊരു വിഷയമല്ല, അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ അല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നു. എന്നാലും ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു പേടി, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഈ മുമ്പത്തെ ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഫോണിൻ്റെ സൗണ്ട് വെക്കുമ്പോൾ ഇങ്ങനെ അമർത്തി പിടിക്കണം, അതുപോലെ ഒരു പേടിയായിരുന്നു എനിക്ക്. ഇതിൽ നോട്ടിഫിക്കേഷൻ ടോണൊക്കെ വരുമ്പോൾ കേട്ടോ. പിന്നെ യൂട്യൂബിൻ്റെ ചിഹ്നമൊക്കെ ഇങ്ങനെ മുകളിൽ വരുമ്പോൾ ഭയങ്കര പേടി, പരിചയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അതെല്ലാം സബ്സ്ക്രിപ്ഷൻ ബട്ടൺ എല്ലാം പ്രൈവറ്റ് ആക്കി വെച്ച്, പിന്നെ നോട്ടിഫിക്കേഷൻ ടോണൊന്നും കിട്ടാത്ത വിധത്തിൽ എല്ലാം സൈലൻ്റ് ആക്കി വെച്ച്. എന്താ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ മ്യൂട്ടാക്കി വെച്ച്. അപ്പോൾ അതൊന്നും കിട്ടാതെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കൽ തുടങ്ങി. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ. ആദ്യത്തെ വീഡിയോ അയച്ചപ്പോൾ എല്ലാവരും, ടീച്ചേഴ്സായാലും എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ഫാമിലിയിൽപ്പെട്ടവരെല്ലാവരും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതേ ഇല്ല അങ്ങനെയൊന്നും. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താണ് അന്ന് വീഡിയോ ഇട്ടിട്ട് പിന്നെ വീഡിയോ ഇടുന്നത് കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് നമുക്കിനി തുടങ്ങാമല്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ ഈ ലൈബ്രറി എന്നുള്ള ഭാഗത്ത് ഒരു നീല ടിക്ക് കാണും.
അത് കണ്ടപ്പോൾ അതിലേറെ പേടിയായി. അത് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഞാനത് മാറ്റാൻ കുറേ തവണ ശ്രമിച്ചിട്ടോ, എന്നിട്ടാണത് മാറിയത്. എന്താണെന്നറിയില്ല, നമുക്ക് ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ യൂട്യൂബ് തുടങ്ങുന്നവർക്കൊക്കെ. നമ്മൾ നല്ലോണം പഠിച്ചിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ടെൻഷൻ്റെയും പേടിൻ്റെയും കാര്യമൊന്നുമില്ല. അതറിയാതെ എത്തിപ്പെട്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ടോ. എന്താ ഇപ്പോൾ ഇതിലൊക്കെ എത്ര പേടിക്കാമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇതറിയാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഓരോ പരിപാടികളും ചെയ്തു. അതായത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ചാനൽ പ്രൊഫൈൽ മാറ്റി, പ്രൊഫൈൽ ഇവരുടെ ചിത്രം വെച്ചിട്ടോ, പിന്നെ ചാനലിനൊരു പേരിട്ടു, അമ്മൂസ് അനൂസ് എന്നുള്ള പേരിട്ടു. അതൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ പ്രൊഫൈലൊക്കെ വെച്ചതും ചാനലിൻ്റെ പേര് മാറ്റിയതും. അങ്ങനെയാണ് ഈ അമ്മൂസ് അനൂസ് എന്നുള്ള ചാനൽ ഉണ്ടാവണം കേട്ടോ. ഇപ്പോൾ മനസ്സിലായ കഥ. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടു. പിന്നെ ഒരു 200 വരെ എനിക്ക് സബ് നല്ല വന്നു. അതായത് നമ്മുടെ എല്ലാവരും സപ്പോർട്ടേഴ്സും പിന്നെ മിനി ചേച്ചീൻ്റെ ആരാധകരും കുറേ പേര് വന്ന് കൂട്ടായിട്ടാണ് ഞങ്ങൾ നല്ല ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ എന്താണ്ടായിന്ന് വിചാരിച്ചാൽ 200 കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ നീങ്ങാതെ, സബ്സ്ക്രൈബേഴ്സ് തീരെ നീങ്ങാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങണില്ല. അപ്പോഴാണ് എനിക്ക് സൂപ്പർ റിസ വ്ളോഗ് ഞാൻ ലൈവ് ഇടാൻ പഠിച്ചിട്ടോ. എന്നെ ലൈവ് ഇടാൻ പഠിപ്പിച്ചത് എൻ്റെ അനിച്ചേച്ചിയാണ്. അനിയൻ ഫാമിലി വ്ളോഗിലത്തെ അനിച്ചേച്ചി ലൈവ് ഇടാൻ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ലൈവ് ഇട്ടു. ഞാൻ 2-3 പ്രാവശ്യം ലൈവ് ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അനിച്ചേച്ചീൻ്റെ ലൈവിൽ നിന്ന്, പിന്നെ അഞ്ജൂസ് കുട്ടി ചാനൽ അവരുടെ ലൈവിൽ നിന്നൊക്കെയാണ്, പിന്നെ CT സിസ്റ്റേഴ്സ് വേൾഡ് ഇവരുടെയൊക്കെ ലൈവിൽ നിന്നാണ് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ലൈവാണ് CT സിസ്റ്റേഴ്സ് വേൾഡിൻ്റെ. അവരുടെ ലൈവാണ് ഏറ്റവും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇപ്പോൾ സംഗതി എനിക്കറിഞ്ഞില്ല. അതിന്നാണ് എനിക്ക് ചൂപ്പറിനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ സൂപ്പർ റിസ വ്ളോഗിൽ ചൂപ്പറാണ് എന്നെ ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിച്ച് ഒരുപാട്. പിന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് എല്ലാവരും ചെയ്തു കേട്ടോ. ഒരുപാട് കൂട്ടുകാരെ കിട്ടി. പിന്നെ ഇപ്പോൾ എത്ര കൂട്ടുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും അവരെന്ത് ഹെൽപ്പിനും നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനത്തെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനത്തെ ഫ്രണ്ട്സാണ്, സഹോദരങ്ങളെ പോലെ നിൽക്കുന്നവരാണ്. പിന്നെ എന്താ വെച്ചാൽ 1K ആയി. എല്ലാവരുടെ ഹെൽപ്പും കൊണ്ട് 1K ആയി കഴിഞ്ഞപ്പോഴാണ് ഈ വാച്ചറിൻ്റെ കഥ അറിയുന്നത്. അതായത് 1K ആയാൽ പോരാ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ 4K, അതായത് 4000 മണിക്കൂർ വാച്ചറും ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളായി. പിന്നെ ലൈവ് ഇടലും, അങ്ങനെ ലൈവ് കൂടെയൊക്കെ ഒരുപാട് കൂട്ടുകാർ വേറെയും കിട്ടി. പിന്നെ ലൈവ് ഇടൽ തുടങ്ങി. പിന്നെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇടാൻ തുടങ്ങി. ഷോർട്ട് ഇട്ട വാച്ചവർ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഷോർട്ട് ഇടൽ നിർത്തി. പിന്നെ അങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് പിന്നെ വേറെ കുറേ ബുദ്ധിമുട്ടി. അതൊന്നും ഞാൻ പബ്ലിക്കായി പറയുന്നില്ല കേട്ടോ. അതായത് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹെൽപ്പും കൊണ്ടും 4000 വാച്ച് അവർ ഞാൻ എത്തിച്ചു കേട്ടോ. പിന്നെ 2K എത്തിച്ചു തന്നു. ഞാൻ ടൈഗർ ഗെയിമിംഗ് എന്നുള്ള ചാനൽ കുറേ സപ്പോർട്ട് തന്നു. അങ്ങനെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തു. എല്ലാവരുടെ പേരും എടുത്ത് പറയാൻ തന്നാൽ തീരൂല. അത്രയ്ക്കുണ്ട് കേട്ടോ. അത്രയ്ക്കുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇതുവരെ എത്തിച്ചവർ. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. മോണിറ്റൈസേഷൻ എല്ലാം ആയി എന്നുള്ള വിചാരമില്ല. മോണിറ്റൈസേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ചാനൽ മോണിയായി. എന്നാലും ഇനി നമുക്ക് വല്ല വരുമാനം കിട്ടണമെങ്കിൽ $100 ആവണം. $100 ആയാലേ കാര്യമുള്ളൂ. അതിന് നമ്മുടെ വീഡിയോ ഒക്കെ ഓടിക്കുമ്പോൾ പരസ്യങ്ങളൊക്കെ എല്ലാവരും ഓടിച്ചു തരണം കേട്ടോ. പരസ്യങ്ങളൊക്കെ ഓടിച്ചാലേ നമുക്ക് $100 ആവുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ $100 ആയിട്ടില്ലെങ്കിലും വരുമാനം വലുതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ വലിയ സന്തോഷം എന്താണെന്നറിയോ, ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അത് മാത്രമല്ല എല്ലാ വീഡിയോയ്ക്കും ഡോളർ ചിഹ്നം കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതിനൊക്കെ ആ ഒരു സന്തോഷം എനിക്ക് തന്നത് നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ്. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി സപ്പോർട്ട് വേണം. ഞാനൊന്നും ആയില്ല കേട്ടോ, ഒന്നും ആയിട്ടില്ല.
പിന്നെ ഈ ചാനൽ ഇത്രയും എത്തിച്ചത് ഞാനൊറ്റയ്ക്കൊന്നല്ല കേട്ടോ, എൻ്റെ മക്കളുണ്ട്, അമ്മൂസുണ്ട്, അനൂസുണ്ട്. ഈ മിനി കിച്ചൺ ഒക്കെ അവരുടെ ഐഡിയ ആണ് കേട്ടോ. മിനി കിച്ചൺ പാത്രങ്ങൾ വാങ്ങിയതും ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് എത്തിച്ച് എല്ലാ ഐഡിയാസും ആ വീഡിയോൻ്റെ ഞാൻ സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നല്ലാണ്ട് അവർ രണ്ടാളുടെ ഐഡിയാസാണ് ആ മിനി കിച്ചൺ വീഡിയോ ഇങ്ങനെ പോണത് കേട്ടോ. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെ സപ്പോർട്ടും ഇനി എന്നുണ്ടാവണം. പിന്നെ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്, ആരോടൊക്കെ എന്ന് പറയാൻ പറ്റില്ല, അത്രയും പേരുണ്ടാവും കൊണ്ട് എല്ലാവരോടും ഞാൻ മൊത്തത്തിലൊരു നന്ദി പറയണേ. എന്നും ഈ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ.